ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെയും നെതന്യാഹുവിനെതിരെയും ആഞ്ഞടിച്ച ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് യുഎസിൽ ഇസ്രയേലിനുള്ള പ്രശസ്തി തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഗാസയിലെ അവസ്ഥകളല്ല അതിന് കാരണമെന്നും ഇസ്രയേലിന്റെ പബ്ലിക് റിലേഷനിലെ പിഴവുകളാണെന്നും നഫ്താലി പറഞ്ഞു. നെതന്യാഹു സർക്കാർ ഇസ്രയേലിനെ ഒരു കുഷ്ഠരോഗ രാഷ്ട്രമാക്കി മാറ്റിയെന്നും നഫ്താലി കുറ്റപ്പെടുത്തി. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ നിലയിലാണ് യുഎസിൽ ഇപ്പോൾ ജൂതവിരുദ്ധത നിലനിൽക്കുന്നതെന്നും നഫ്താലി പറഞ്ഞു. ഇത്തരത്തിൽ യുഎസിൽ ജൂതവിരുദ്ധത ആളിക്കത്തിച്ചത് നെതന്യാഹു സർക്കാരാണെന്നും നഫ്താലി ബെനറ്റ് വിമർശിച്ചു. പബ്ലിക് റിലേഷൻ ശരിയായി കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രമാത്രം ജൂതവിരുദ്ധത ഉണ്ടായതെന്നും മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. നെതന്യാഹു സർക്കാരിന് ഇപ്പോഴും ഗാസയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായിട്ടില്ലെന്നും താൻ ഭരണത്തിലിരിക്കുമ്പോൾ ഇസ്രയേൽ ഇത്രമാത്രം ഇരുട്ടിലായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെതന്യാഹുവിന്റെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഖത്തറുമായി ബന്ധമുണ്ടെന്നും ബെന്നറ്റ് ആരോപിച്ചു. ജൂതവിരുദ്ധർ ഹോളോകോസ്റ്റിനെ മനഃപൂർവ്വം അവഹേളിക്കുകയാണെന്നും നഫ്താലി ബെന്നറ്റ് അഭിപ്രായപ്പെട്ടു. ഇസ്രയേലിന്റെ ശക്തിയെയും ക്രിയാത്മകതയെയും മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയ കഥയാണ് ഇനി പറയേണ്ടത്. അതേസമയം ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളെ ഒരു രീതിയിലും മുഖവിലക്കെടുക്കാതെയാണ് ബെന്നറ്റ് നെതന്യാഹു സർക്കാരിനെ വിമർശിക്കുന്നത്. ഗാസയിലെ പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ വിമർശിക്കാതെയുമാണ് ഇസ്രയേലിന്റെ ശക്തിയെക്കുറിച്ച് പുതിയ കഥ പ്രചരിപ്പിക്കാൻ ബെന്നറ്റ് ആഹ്വാനം ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. നിലവിൽ ഇസ്രയേലിന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ എന്നീ പാർട്ടികളുടെ പിന്തുണ നഷ്ടപ്പെട്ടുവെന്നും ബെന്നറ്റ് പറയുന്നു. അടുത്തിടെ നടന്ന ഗാലപ്പ് പോളിംഗിൽ യുഎസിലെ 32% ആളുകൾ മാത്രമേ ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുള്ളൂ. എന്നാൽ ജൂലൈയിൽ നടന്ന പോളിംഗിൽ 60% അമേരിക്കക്കാരും ഗാസയ്ക്കെതിരായ സൈനിക നടപടിയെ പ്രതികൂലിക്കുന്നുണ്ട്. 52% ആളുകളും ബെഞ്ചമിൻ നെതന്യാഹുവിനെ വളരെ മോശക്കാരനായ രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണുന്നത്. 1990 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നെതന്യാഹു എന്നാണ് ഗാലപ്പ് പോളിംഗ് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നഫ്താലി ബെന്നറ്റിന്റെ പ്രതികരണം. ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC ഉൾപ്പെടെ യുഎസിലെ 10 സ്ഥലങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ബെന്നറ്റ് നെതന്യാഹു സർക്കാരിനെതിരെ വിമർശനമുയർത്തിയത്. അതേസമയം ഗാസ കീഴടക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിട്ടുവെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിലാണ് ശ്രദ്ധയെന്നും മറ്റു കാര്യങ്ങളെക്കുറിച്ച് തനിക്കൊന്നും പറയാനാവില്ല എന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഗാസയിൽ ഭക്ഷണവും അവശ്യ സാമഗ്രികളും സാമ്പത്തിക സഹായവും എത്തിക്കുമെന്നും ട്രംപ് പറയുന്നു. ഗാസ യുഎസ് ഏറ്റെടുക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഗാസ കീഴടക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിടുന്നതായി ചൊവ്വാഴ്ച ചേർന്ന ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്, മന്ത്രി റോൺ ഡെർമർ, സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവർ 3 മണിക്കൂർ ചർച്ച നടത്തിയെന്നും വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6-ന് ക്യാബിനറ്റ് ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ നടപ്പാക്കാൻ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ നീക്കമെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.